സിനിമ സീരിയൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് ഗോസിപ്പ് വാർത്തകൾ വരുന്നത് അത്ര പുതുമയൊന്നുമുള്ള കാര്യമല്ല. ഇത്തരം ഗോസിപ്പുകൾ കാരണം തന്നെ പലരും പ്രണയത്തിലാവുകയും പല താരങ്ങളും എന്നേക്കുമായി വേർപിരിയുകയും ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പക്ഷെ ഇന്ന് മാത്രമല്ല, ഈ ഒരു മേഖലയിൽ വർഷങ്ങൾക്ക് മുൻപ് തൊട്ട് തന്നെ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ അരങ്ങേറുന്നതും പതിവാണ്. സിനിമ ഒരു ഗ്ലാമർ മേഖലയായതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ അടക്കം സൗഹൃദങ്ങളും ബന്ധങ്ങളും സിനിമാ താരങ്ങൾക്ക് ഉണ്ടാകുന്നത് പതിവ് കാഴ്ചയാണ്. അതിൽ തന്നെ നടിയെന്നോ നടനെന്നോ ഉള്ള വ്യത്യാസവുമില്ല. ബോളിവുഡിൽ ഇത്തരം ബന്ധങ്ങൾ പണ്ടു തൊട്ടേ കുറിച്ച് കൂടുതലുമാണ്. അവിടെ ഇത്തരത്തിലുള്ള ബന്ധങ്ങളൊന്നും അത്ര കൗതുകകരമല്ല. എന്നാൽ പക്ഷേ ഇങ്ങ് തെന്നിന്ത്യയിൽ സ്ഥിതി അതല്ല. തെന്നിന്ത്യയിലെ ചില നടിമാർക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ചിലരുമായി പ്രണയമുണ്ടായിരുന്നുവെന്ന അഭ്യൂഹങ്ങൾ പുറത്തുവന്നത് ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ആ ഒരു പട്ടികയിൽ പ്രധാനമായും ആദ്യ 3 സ്ഥാനം പിടിക്കുന്നതിൽ ഒരു മലയാളി നടിയുമുണ്ട്. പിന്നെ ഒരാൾ മലയാളത്തിലും അഭിനയിച്ച് കയ്യടി നേടിയ മറ്റൊരു നടിയാണ്. മൂന്നാമത്തെ ആൾ തമിഴിലെ തന്നെ മറ്റൊരു നടിയും. ഗോസിപ്പ് വാർത്തകൾ പ്രചരിച്ചതും നടിമാർ അഭിനയ രംഗത്തേക്ക് വന്ന വർഷങ്ങളുടെ കാലക്രമം വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു പട്ടികയിൽ ആദ്യം ഇടം നേടുന്നത് നടി സുകന്യയുടെ പേരായിരുന്നു. സുകന്യ റാണി എന്നതായിരുന്നു നടിയുടെ ശരിക്കുള്ള പേര്. സിനിമയിൽ വന്നപ്പോൾ അതിലെ റാണി തുടച്ചു നീക്കപ്പെട്ടു. തെന്നിന്ത്യൻ സിനിമയിൽ ഒന്നടങ്കം ജ്വലിച്ചു നിന്ന നടിയായിരുന്നു സുകന്യ. അഭിനയ രംഗത്ത് സജീവമായിരിക്കെ അവർ നിർണായകമായ ഒരു തീരുമാനമെടുക്കുന്നു. സ്വരം നന്നായിരിക്കുമ്പോഴേ പാട്ട് നിർത്തുകയെന്നാണല്ലോ. അങ്ങനെ സുകന്യ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുമ്പോഴായിരുന്നു സുകന്യയുടെ വിവാഹം നടക്കുന്നത്. അതും സുകന്യയുടെ വിവാഹം നടന്നത് ചെന്നൈയിൽ വെച്ചോ ഇന്ത്യയിലെ തന്നെ മറ്റൊരു സ്ഥലത്ത് വെച്ചോ ആയിരുന്നില്ല. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ വെച്ചായിരുന്നു സുകന്യയുടെ വിവാഹം നടന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവ് രാജഗോപാൽ ശ്രീധറിനൊപ്പം കുടുംബജീവിതം ആരംഭിക്കുകയും ചെയ്തിരുന്നു സുകന്യ വിവാഹത്തിന് ശേഷം. എന്നാൽ പക്ഷേ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇവരുടെ വിവാഹബന്ധം അവസാനിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം നടി മടങ്ങി ചെന്നൈയിലുമെത്തി. ആദ്യ ഭർത്താവുമായി വേർപിരിഞ്ഞതിനു ശേഷം കുറച്ചു കാലം ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവുമായി സുകന്യ പ്രണയത്തിലായിരുന്നുവെന്ന് അക്കാലത്ത് ഗോസിപ്പുകൾ വന്നിരുന്നു. സുകന്യ യുവാവായ ഒരു മന്ത്രിക്കൊപ്പമാണ് ഇപ്പോൾ കഴിയുന്നതെന്ന മട്ടിൽ വാർത്ത പ്രചരിച്ചു. പിന്നാലെ ചില യൂട്യൂബർമാരും അത് ഏറ്റെടുത്തതോടുകൂടി സംഗതി വൈറലായി മാറി. സുകന്യ എന്നാൽ പക്ഷേ വെറുതെ ഇരുന്നില്ല. എല്ലാവർക്കുമെതിരെ നിയമ നടപടി സ്വീകരിച്ച് തന്റെ നിരപരാധിത്വം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയായിരുന്നു നടി. എന്നാൽ പക്ഷെ ആരാണ് സുകന്യയുടെ കഥയിലെ നായകൻ എന്നത് വ്യക്തമല്ല. പിന്നീട് ഇവരുടെ പുനർവിവാഹവുമായി ബന്ധപ്പെട്ട് സുകന്യ പറഞ്ഞ വാക്കുകൾ എന്ന് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. തനിക്ക് 50 വയസ്സായിരിക്കുന്നു. ഇനി കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയാൽ ആ കുട്ടി തന്നെ അമ്മ എന്ന് വിളിക്കുമോ അമ്മുമ്മ എന്ന് വിളിക്കുമോ എന്നൊക്കെ സംശയമുണ്ട് എനിക്ക്. എന്നാൽ പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ താൻ ഇനി വിവാഹം ചെയ്യില്ല എന്ന തീരുമാനം എടുത്തിട്ടില്ല എന്നുകൂടി നടി അന്ന് പറഞ്ഞിരുന്നു. അതേസമയം എങ്ങനെയാണോ ജീവിതത്തിൽ വരുന്നത് അങ്ങനെ തന്നെ വരട്ടെ എന്നാണ് മുൻപൊരിക്കൽ നടി പുനർവിവാഹത്തെപ്പറ്റി സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. അതേസമയം മലയാളത്തിൽ സാഗരം, സാക്ഷി അടക്കം ഒട്ടനവധി കാമ്പുള്ള സിനിമകളിൽ നായികയെ എത്തിയിട്ടുള്ള നടിയാണ് സുകന്യ. മിക്കവാറും എല്ലാ സൂപ്പർ താരങ്ങളുടെയും നായികയായ മുൻനിര താരം കൂടിയാണ് സുകന്യ. മലയാളത്തിലെ പ്രമുഖ നടന്മാർക്കൊപ്പം അഭിനയിച്ച നടി കൂടിയാണ് സുകന്യ. അഭിനേത്രി എന്നതിലുപരിയായി നർത്തകി കൂടിയാണ് സുകന്യ. ഇപ്പോൾ മലയാള സിനിമകളിൽ അത്ര സജീവമല്ല നടി. മലയാള സിനിമയ്ക്ക് പുറമെ നിരവധി തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും സുകന്യ അഭിനയിച്ചിട്ടുണ്ട്. കുറച്ചു നാളുകൾക്ക് മുൻപ് നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ സുകന്യ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയിരുന്നു. താരപുത്രിയുടെ ആഡംബരപൂർണമായ വിവാഹത്തിന് ലളിതമായ വേഷവിധാനത്തിലെത്തിയ സുകന്യയുടെ ചിത്രങ്ങൾ അന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പിന്നീട് ഈ ഒരു ലിസ്റ്റിൽ ഇടം നേടുന്നത് ഇയർക്കെ എന്ന തമിഴ് സിനിമയിൽ നായികയായി അഭിനയിച്ച് ശ്രദ്ധ നേടിയ നടി കൂടിയായ കുട്ടി രാധിക എന്നറിയപ്പെടുന്ന രാധിക കുമാരസ്വാമിയുടെ പേരാണ്. രാഷ്ട്രീയ നേതാവുമായി പ്രണയമുണ്ടായിരുന്നതായാണ് പറഞ്ഞു കേട്ടത്. ഇയർക്കെ എന്ന സിനിമ കണ്ടിട്ടുള്ളവർക്ക് എന്നും സുന്ദരിയായ കുട്ടി രാധികയെ മറക്കുവാൻ കഴിയില്ല. 14ാമത്തെ വയസ്സിൽ നിനഗാഗി എന്ന കന്നഡ ചിത്രത്തിലൂടെയാണ് കുട്ടി രാധിക ശ്രദ്ധാകേന്ദ്രമാകുന്നത്. ഉപേന്ദ്ര, വി രവിചന്ദ്രൻ തുടങ്ങിയ പ്രശസ്ത താരങ്ങൾക്കൊപ്പം സ്ക്രീനിൽ തിളങ്ങിയതിനു ശേഷമാണ് അവർ അംഗീകാരം നേടിയെടുക്കുന്നത്. നിരവധി കന്നഡ സിനിമകളിൽ നായികയായി അഭിനയിച്ചതിനു ശേഷമാണ് രാധിക തമിഴിലേക്ക് എത്തുന്നത്. 2000-ൽ രത്നം കുമാറിനെ വിവാഹം കഴിച്ചെങ്കിലും 2 വർഷത്തിനു ശേഷം അയാളുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഈ ഒരു വിവാഹബന്ധം വേർപിരിയുകയായിരുന്നു കുട്ടി രാധിക. അതിനുശേഷം കർണാടകയിലെ രാഷ്ട്രീയ നേതാവായ HD കുമാരസ്വാമിയുമായി നടി പ്രണയത്തിലായിരുന്നുവെന്നും 2006-ൽ കുട്ടി രാധികയെ HD കുമാരസ്വാമി വിവാഹം കഴിച്ചതായും ചില റിപ്പോർട്ടുകൾ അന്ന് പുറത്തു വന്നിരുന്നു. പിന്നീട് 2015-ൽ കുട്ടി രാധിക ആ ഒരു ബന്ധവും വേർപെടുത്തി. ഈ ലിസ്റ്റിലെ 3ാമത്തെയും അവസാനത്തെയും അയാൾ മലയാളി കൂടിയായ നടി നയൻതാരയാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ ഉദയനിധി സ്റ്റാലിനും നയൻതാരയും പ്രണയത്തിലാണെന്ന് നിരവധി വാർത്തകൾ അക്കാലത്ത് പ്രചരിച്ചിരുന്നു. ഇരുവരും ഒരുമിച്ച് ചില സിനിമകളിൽ നായകനും നായികയുമായി അഭിനയിച്ചിട്ടുമുണ്ട്. 46-കാരനായ ഉദയനിധി സ്റ്റാലിൻ വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമായിരുന്നു. അപ്പോൾ മുഴുവൻ സമയവും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിനു ശേഷം വളരെ വിരളമായി മാത്രമേ ഉദയനിധി സ്റ്റാലിൻ സിനിമകൾ ചെയ്യുന്നുള്ളൂ. സംവിധായിക കൂടിയായ കൃതികയാണ് ഉദയനിധി സ്റ്റാലിന്റെ ഭാര്യ. ഇരുവരുടേതും പ്രണയ വിവാഹമായിരുന്നു. അതേസമയം 75-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള നയൻതാര
1 വർഷം മുൻപാണ് സംവിധായകൻ വിഘ്നേഷ് ശിവനെ വിവാഹം കഴിക്കുന്നത്. നിരവധി പ്രണയ പരാജയങ്ങൾക്ക് ശേഷമാണ് നയൻതാര വിഘ്നേഷ് ശിവനുമായി പ്രണയത്തിലാകുന്നത്. മുൻപ് നടന്മാരായ ചിമ്പു, പ്രഭുദേവ എന്നിവരുമായി പ്രണയത്തിലായിരുന്നു നയൻതാര. പ്രഭുദേവയുമായി ഏറെക്കാലം ലിവിംഗ് റിലേഷനിലുമായിരുന്നു നയൻതാര. ഇപ്പോൾ 2 ആൺകുഞ്ഞുങ്ങളുടെയും ഭർത്താവ് വിഘ്നേഷ് ശിവന്റെയും കൂടെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് നടി. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.